ഹലോ എവ്രിവൺ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ സംഗീത. കൊതിയാമണി കിച്ചണിലേക്ക് വീണ്ടും എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു നോൺ വെജ് സ്നാക്ക് റെസിപ്പിയാണ് കാണിക്കുന്നത്. പോപ്കോൺ ഷ്രിംപ്. ഇതെന്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള റെസിപ്പിയാണ്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാക്കുന്ന ഒരു റെസിപ്പിയാണ്. അപ്പൊ ഈ ഇടയിൽ ഞാൻ എന്റെ മോൾക്ക് ബർത്ത്ഡേക്ക് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അവൾക്കും അവളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഇഷ്ടമായി. അപ്പോ എന്റെ ഫ്രണ്ട്സ് റെസിപ്പി റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ഓൾറെഡി അവർക്കൊക്കെ അയച്ചു കൊടുത്ത് അവരെല്ലാവരും ട്രൈ ചെയ്ത് നല്ല ഫീഡ്ബാക്ക് ആണ് എനിക്ക് തന്നത്. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എല്ലാവർക്കും കാണിച്ചു തരാമെന്ന്. നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവണമെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമന്റ്സും ഫീഡ്ബാക്കും പറയാൻ മറക്കരുത്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതും കൂടി അമർത്തണം. എന്നാൽ നിങ്ങൾക്ക് എന്റെ ലേറ്റസ്റ്റ് വീഡിയോ നോട്ടിഫിക്കേഷൻസ് കിട്ടും. ഇതുവരെ എന്റെ വീഡിയോസ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ കാണണം. ബാക്കി എല്ലാ വീഡിയോസും കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും വിലയേറിയ നിർദ്ദേശങ്ങളും പറയാൻ മറക്കരുത്. അപ്പോൾ നമ്മുടെ പോപ്കോൺ ഷ്രിംപ് എങ്ങനെ ഉണ്ടാക്കാം നമുക്ക് നോക്കാം. ഷ്രിംപ് പോപ്കോണിന് ഞാനൊരു 40 to 45 മീഡിയം സൈസ് ഈ സൈസിലുള്ള ഷ്രിംപ് എടുത്തിട്ടുണ്ട്, ചെമ്മീൻ എടുത്തിട്ടുണ്ട്. ഇത് ആദ്യം മാരിനേറ്റ് ചെയ്ത് വെക്കണം. എന്നിട്ട് മുട്ടയിലും ബ്രെഡ് ക്രംസിലും ഓൾ പർപ്പസ് ഫ്ലോറിലൊക്കെ മുക്കിയിട്ട് വറുത്തെടുക്കുക. അത്രയേ വേണ്ടൂ. വളരെ സിമ്പിളാണ്. ഒരു 1/4 ടീസ്പൂൺ ഓഫ് മഞ്ഞൾപ്പൊടി, ഒരു ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ റെഡ് ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ ഓഫ് ക്യുമിൻ പൗഡർ, ജീരകപ്പൊടി ഒരു 1/2 ടീസ്പൂൺ, ഒരു 1 ടീസ്പൂൺ പെപ്പർ പൗഡർ, കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ ഓഫ് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ അതിൻ്റെ കൂടെ സോൾട്ട് ടേസ്റ്റ്, ഉപ്പിടുക. എന്നിട്ട് ഇത് മാരിനേറ്റ് ചെയ്ത് ഒരു 1/2 hour വെക്കണേ. 1/2 hour ഞാൻ മാരിനേറ്റ് ചെയ്യാൻ വെക്കുകയാണ്. നമുക്ക് 1/2 hour കഴിഞ്ഞിട്ട് വറുത്തെടുക്കാം. മാരിനേറ്റ് ചെയ്ത് കഴിഞ്ഞ ഉടനെ അത് ഡീപ്പ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഡിപ്പ് ചെയ്തിട്ട് വേണം ഡീപ്പ് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇത് ഞാനൊരു ഒരു 4 മുട്ട എടുത്തിട്ടുണ്ട്. അതിൽ ഇത്തിരി കുരുമുളകും ഒരു പിഞ്ച് ഓഫ് സോൾട്ടും ഇട്ട് നല്ലോണം അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ വേണ്ടത് ഓൾ പർപ്പസ് ഫ്ലോർ ഒരു 1/3 കപ്സ് എടുത്തിട്ടുണ്ട്. ഓൾ പർപ്പസ് ഫ്ലോർ ഡിപ്പ് ചെയ്തിട്ട് വറുത്തെടുക്കാൻ. പിന്നെ വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് ആണ്. ഇത് ഞാൻ 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. വീട്ടിലുണ്ടാക്കുന്ന ബ്രെഡ് ക്രംസ്. എല്ലാവർക്കും അറിയാം വീട്ടിലെങ്ങനെയാണ് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കുക, എന്നാലും ഞാൻ പറഞ്ഞുതരാം. ഒരു ബ്രെഡിന്റെ സൈഡ്സ് ഒക്കെ എടുത്തിട്ട് അതൊന്ന് മിക്സിയിലിട്ട് അടിച്ചെടുത്താലും മതി. ഇല്ലെങ്കിൽ ബ്രെഡിന്റെ സൈഡ്സ് കട്ട് ചെയ്തെടുത്തിട്ട് ഒന്ന് ഓവനിൽ റോസ്റ്റ് ചെയ്തിട്ട് അടിച്ചാലും നല്ല ഡ്രൈ ആയിട്ട് നല്ല ക്രിസ്പി ആയിട്ടുള്ള ബ്രെഡ് ക്രംസ് കിട്ടും. പിന്നെ ഞാൻ ഇത് സ്റ്റോർ ബോട്ട് പാൻകോഡ് ഒക്കെ ബ്രെഡ് ക്രംസ് എടുക്കുന്നുണ്ട്. ഇത് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കുന്നത്. ഇത് നല്ല ഡ്രൈ ആയിട്ട് തരു എന്നുണ്ടാവും. അപ്പോൾ ആ ഒരു ക്രിസ്പി ആയിട്ടുള്ള ഒരു ഇത് കിട്ടും. അപ്പൊ എൻ്റെ കയ്യിൽ ഉള്ളത് കാരണം ഞാൻ യൂസ് ചെയ്യാണ്. നിങ്ങളുടെ അടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ അത് 1 കപ്പ് ഹോം മെയ്ഡ് ബ്രെഡ് ക്രംസ് 1 കപ്പ് എടുത്താലും മതി. ഇപ്പൊ ഞാൻ ഇത് രണ്ടും ഹാഫ് കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പൊ ഓയിൽ ചൂടാക്കാൻ വെക്കുക. നിങ്ങൾ ഏത് ഓയിൽ യൂസ് ചെയ്യാന്ന് വെച്ചാൽ ഓയിൽ ചൂടാക്കാൻ വെക്കുക. ഓവനായിട്ട് വേണം ചെയ്യാൻ കേട്ടോ. ആദ്യം ഒരു ഷ്രിംപ് എടുക്കുക. നമ്മളുടെ ഓൾ പർപ്പസ് ഫ്ലോറിൽ ഇങ്ങനെ ഇപ്പുറത്തും അപ്പുറത്തും മറിച്ച് ഇങ്ങനെ ഡിപ്പ് ചെയ്യുക. നല്ലോണം എല്ലാവിടേക്കും പരന്ന പോലെ നല്ലോണം കോട്ട് ചെയ്യുക. എന്നിട്ട് അതിനെ മുട്ടയിലിടുക. മുട്ടയിൽ ഒരു ഡിപ്പ് ചെയ്യുക. ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിലിടുക. ഇതിപ്പോ ഞാൻ ആ 2 ബ്രെഡ് ക്രംസ് ഹോം മെയ്ഡും സ്റ്റോർ ബോട്ട് പാൻകോ ബ്രെഡ് ക്രംസും കൂടി കമ്പൈൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. രണ്ടും കൂടി കലർത്തി വെച്ചിട്ടുണ്ട്. എന്നിട്ട് ഈ ഡിപ്പ് ചെയ്ത ബ്രെഡ് ക്രംസ് എല്ലാവിടേക്കും പടന്ന പോലെ കുറച്ച് മുകളിലേക്കൊക്കെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ ഇത് കണ്ട ഫുൾ എല്ലാവിടെയും കോട്ടായിട്ടുണ്ട്. അപ്പൊ ഇത് അങ്ങനെ വറുത്തെടുക്കാം. അപ്പൊ ഇത് ഓവനായിട്ട് ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് നമുക്ക് വറുത്തെടുക്കാം എല്ലാം. ഞാനിപ്പോൾ 2 ബാച്ചായിട്ടാണ് വറുത്തെടുക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യം പോലെ ബാച്ചസ് ആയിട്ട് വറുത്തെടുത്തോളൂ. ഓവർ ക്രൗഡ് ചെയ്യണ്ട, മീഡിയം ഫ്ലെയിമിൽ വേണം വെക്കാൻ. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. ഒന്ന് കളർ മാറ്റി ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം. മീഡിയം ടു ലോ ഹീറ്റിൽ വെച്ചാൽ മതി കേട്ടോ. കാണിക്കാൻ വേണ്ടി കുറച്ച് ഇട്ടിട്ടുള്ളൂ. നിങ്ങൾക്ക് എത്ര നിങ്ങളുടെ കടായിൽ സ്ഥലം ഉണ്ടോ അങ്ങനെ ക്രൗഡ് ചെയ്യാണ്ട് ബാച്ചസ് ആയിട്ട് വറുത്തെടുക്കാം കേട്ടോ. ആദ്യമായിട്ടത് റെഡി ആയിട്ടുണ്ട്. കണ്ടോ, ഇത് കോരിയെടുക്കാന്. ഇതൊരു 3 to 4 minutes മതിയാവും കേട്ടോ ഫ്രൈ ചെയ്തെടുക്കാൻ. അപ്പൊ നമ്മുടെ ഷ്രിംപ് പോപ്കോൺ റെഡി ആയിട്ടുണ്ട്. ഞാൻ എല്ലാം ഡിപ്പ് ചെയ്ത് വറുത്തെടുത്തിട്ടുണ്ട്. ഇത് ഈസി സ്നാക്ക് ആട്ടോ. വളരെ എളുപ്പത്തിൽ ട്രൈ ചെയ്യാം. പിള്ളേർക്ക് എല്ലാവർക്കും, കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു ഈസി ഈവനിങ് സ്നാക്ക് ആയിട്ടും അപ്പറ്റൈസേഴ്സ് ആയിട്ടും നമുക്ക് സെർവ് ചെയ്യാം. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്യുക. ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, പിന്നെ മറക്കാണ്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഇത് എങ്ങനെയുണ്ട് എന്ന് ടേസ്റ്റ് നോക്കണ്ടേ. ഇന്ന് ഫോർ ചേഞ്ച് ഞാനല്ല ടേസ്റ്റ് നോക്കുന്നത്, എനിക്ക് ഗസ്റ്റ്
കഴിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറയും ടേസ്റ്റ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. അപ്പൊ ഗസ്റ്റ് ഇവരൊക്കെയാണ്. നമുക്ക് ഇവരുടെ അടുത്ത് ചോദിക്കാം പോപ്കോൺ ഷ്രിം എങ്ങനെ ഉണ്ടായിരുന്നു എന്ന്. Hey girls. Hi. How is it? So good. So good? No. It's actually really good. Okay. Sounds good. So yeah, that's my girls. Okay. So എല്ലാവരും ട്രൈ ചെയ്യണം. വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ് ആൻഡ് ഡിലീഷ്യസ് ആണ്. ഓക്കെ, നിങ്ങളുടെ അഭിപ്രായം കമന്റ്സും പറയാൻ മറക്കരുത്. അപ്പൊ until next video, this is Sangeeta signing off. Bye. See you guys.